റാം, എന്താ മാവ? മോനെ ഇവിടെ ഹലോ. അയ്യോടാ, നിന്റെ ഏരിയയിലേക്ക് ഞങ്ങളൊന്ന് ഇറങ്ങിയിരിക്കുക. ഇപ്പൊ നിന്റെ അമ്മ എവിടെയാന്ന് അറിയൂ നിനക്ക്? അമ്മേ, അമ്മയെ കാണണോടാ? നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. നിനക്ക് അമ്മയെ കാണണമെങ്കിലേ നീ ഇങ്ങോട്ട് വാ. ഹലോ. നിന്റെ സെലക്ഷൻ നന്നായിട്ടുണ്ട് മോനെ. മഞ്ജു ഇപ്പൊ അവൾ എവിടെ ഉണ്ടടാ? നീ ഇവളെ ഇവിടെ വിട്ടേച്ച് പോയതെന്തിനാടാ? ഇവളെ ജീവനോടെ വേണമെങ്കിൽ ഇവിടെ വാ, ഇല്ലെങ്കിൽ മോനെ. ഇതുവരെ നീ എന്നെ കുറിച്ച് വല്ലവരും വല്ലതും പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നീ കണ്ടോ സിംഹം വേട്ടയ്ക്കിറങ്ങുന്നത് എങ്ങനെയാണെന്ന്? ഇപ്പൊ എന്ത് വേണമെന്നോ എങ്ങനെ വേണമെന്നോ തീരുമാനിക്കാനുള്ള അവകാശം ഞാൻ നിനക്ക് തരുവാടാ നായേ. പറടാ, എവിടെ ഉണ്ടണ്ണ? എന്തു പറ്റി? വന്നണ്ണ അവനിവിടെ നമ്മുടെ മോളുമായിട്ട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുക. അണ്ണാ, അവളെ ഒന്നും ചെയ്യണ്ട. എന്തു പറ്റി അണ്ണാ? ഒന്നും ചെയ്യണമെന്നല്ലേ നിന്നോട് പറഞ്ഞത്? ഹലോ, എന്താ? എത്രയും പെട്ടെന്ന് എല്ലാം നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരാൻ പറ. എല്ലാം നിർത്തിക്കോ, ഒന്നും ചെയ്യണ്ട. പറയണ. അവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്താ പ്രശ്നം? ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ശരിയണ്ണ. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാ ചെല്ല്. എന്താടാ, നിന്റെ വേട്ട അവസാനിപ്പിച്ചല്ലേ? നിന്റെ മോൾ എത്ര ഭാഗ്യമുള്ളവളാ. നിന്നെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ നീ ആ കോളനിയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റാതെ തോറ്റ് പിന്തിരിഞ്ഞോടി വന്നപ്പോ അവിടെ ഉള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായി: നിന്നെ കൊണ്ടൊരു കോപ്പിനും പറ്റില്ലെന്ന്. ഇനിയിപ്പോ ഒന്നേ ബാക്കിയുള്ളൂ. ആ ഏരിയയിലുള്ളവരെല്ലാം നിന്നെ പട്ടിയെ പോലെ കൊല്ലുന്നത്. ആരെയാടാ നീ ഉടുക്കൂട്ടി പേടിപ്പിക്കുന്നത്? ആ നാറികളടുത്തേക്ക് വാടാ. വാ, അങ്ങോട്ട് വാടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാം ആരാരെയാ പേടിക്കുന്നതെന്ന്. വന്ന് നോക്കടാ കൊള്ളനായേ. ആഹാ, നീ വന്നോ? ഇവന്മാരാണോ എന്നെ അങ്ങ് ചിരയ്ക്കാൻ പോകുന്നു പറഞ്ഞേ? വരാൻ പറയടാ. എവനെങ്കിലും എന്റെ മുമ്പിൽ വന്നെന്ന് ചങ്കൂറ്റത്തോടെ നിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വന്ന് എന്നെ അങ്ങ് പുളുത്താൻ പറയടാ. ഡേയ്, ഇങ്ങ് വാ. മോനെ, നിനക്ക് അവനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു?
അവനെ കാണുമ്പോ എനിക്ക് അവന്റെ തലമണ്ട തല്ലി പൊട്ടിക്കാൻ തോന്നുന്നു. സബാഷ്. ഇവിടെ ഈ നിൽക്കുന്നവർക്ക് ആർക്കുമില്ലാത്ത ധൈര്യം നിനക്കൊണ്ടടാ. നീ എന്റെ കൂടെ വന്നു. ഇനി കുറച്ചുനാൾ കൂടി നീ ഇവിടെ നിന്നാ നിന്റെ രക്തത്തിൽ അവശേഷിക്കുന്ന ധൈര്യം കൂടി ചോർന്നു പോകും. അത്രയ്ക്ക് നാണം കെട്ടവന്മാരാ ഇവിടെ ഈ നോക്കി നിൽക്കുന്നവന്മാരെല്ലാം. എന്നും അടിമകളെ പോലെ എല്ലാം കടിച്ചമർത്തി മനസ്സും തകർന്ന് എതിർക്കാനുള്ള ശേഷി പോലുമില്ലാതെ വെറും ശവങ്ങളായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരവരെല്ലാം. പേടി പോലും. ആരെയാ ഇവരിങ്ങനെ പേടിക്കുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് വേണ്ടി എഴുതിയവനെ നിങ്ങളുടെ മുമ്പിലിട്ട് കുത്തിക്കീറിയത്? നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവന്റെ ശവം പോലും വിട്ടുതരാഞ്ഞത്? ഭയപ്പെടാൻ ആളുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്താനും ആള് കാണും. നിങ്ങളിൽ 10 പേരെ എതിർക്കാനുണ്ടെങ്കിൽ ഇവരെ പോലത്തെ 100 പേരെ നേരിടാം. അങ്ങനെ നിങ്ങളിൽ വരും 100 പേർ വിചാരിച്ചാൽ മതി ഇവനെ പോലെയുള്ള ആയിരങ്ങളെ നേരിടാൻ. നിങ്ങളെ ഓരോന്നായി കൊന്നൊടുക്കുന്നതിന് മുമ്പ് ഇവരിൽ ഒരുത്തിനെങ്കിലും കൊല്ലാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവണം. യുദ്ധം ചെയ്യാതെ യുദ്ധം ജയിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ യുദ്ധം ചെയ്യാനുള്ള ധൈര്യമാണ് നമുക്കെല്ലാം വേണ്ടത്. എന്തു പറ്റിയിപ്പോ? കുറെ ചോന്നുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ ബലം കൂട്ടാമെന്നൊക്കെ പറയുന്നത് വെറും കഥയാടാ. സിംഹമെതിരെ വന്ന ഏത് മാൻപേടയും പേടിച്ചു പോവില്ലടാ. ഇതാ സത്യം. വിളിച്ചോ, എവനെ വേണമെങ്കിലും വിളിച്ചോ നീ. എന്താടാ പരട്ട കിളവ? ആ നിൽക്കുന്നവനെ കണ്ടിട്ടാണോ നീ വന്നത്? പോടാ. പോയില്ലെങ്കിൽ നിന്റെ മോനെ കൊന്നതുപോലെ നീ ഇവിടെ കിടന്ന് ചത്തെന്ന് വരും. കൊല്ലടാ അവനെ. ചോനനുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ അവയ്ക്ക് ബലം കൂടുമെന്ന് പറയുന്നത് വെറും കഥയല്ല. ഇതാണ് സത്യം. ഇത്രയും നാൾ ഇവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ആ പേടിയുണ്ടല്ലോ, അതിപ്പം നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ പറ്റും. ഇനി ഒരിക്കലും ഇവിടെ വരരുത്. വന്നാ നീ ജീവനോടെ ഉണ്ടായെന്ന് വരില്ല. ഒരിക്കലും ഒരു തരി മണ്ണ് പോലും നിനക്ക് ഇവിടുന്ന് കിട്ടില്ല. ഓ, പോടാ, കേറി പോടാ. അവൻ ഇനി ഇങ്ങോട്ട് വരില്ല മോനെ. ഇത്രയും നാളും ഞങ്ങൾ ആരെങ്കിലും എതിർത്താ കൊന്നുകളയും വരുന്നവൻ. അവൻ പറയുന്നതും കേട്ട് അവന്റെ കാൽ കീഴിൽ വെറും തെണ്ടികളെ പോലെ കഴിയായിരുന്നു ഞങ്ങളെല്ലാവരും. ഇപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ജീവിതം ഒരു തന്തയില്ലാത്തവന്മാരുടെ ഔദാര്യമല്ലെന്ന്.